ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം പിശാചിൻ്റെ ശക്തിയിൽ നിന്ന് എങ്ങനെ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള വിഷയമാണ്. കർത്താവാണ് സർവശക്തനായ ദൈവം, സർവവ്യാപിയായ സർവജ്ഞാനിയായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ പിശാചെന്ന് പറയുന്നത് കേവലം ഒരു ദൂതൻ മാത്രമാണ്. ദൈവം കോടിക്കണക്കിന് ദൈവദൂതന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ദൂതന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു ദൂതനാണ് പിശാച് എന്ന് പറയുന്നത്, ലൂസിഫർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എമ്പുരാൻ എന്ന സിനിമ. എമ്പുരാൻ എന്ന് പറഞ്ഞാൽ ആരാ? പിശാചിനെയാണ് പറയുന്നത് എമ്പുരാൻ. ആ സിനിമയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ താറടിക്കുന്ന പിശാചിനെ ഉയർത്തുന്നൊരു സിനിമയാണത്. അതാണ് അതിൻ്റെ ഇതിവൃത്തം. പിശാചിനെ 2000 കൊല്ലങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു അവനെ സമ്പൂർണമായി പരാജയപ്പെടുത്തി. ഇനി ഒരിക്കലും അവന് നിവർന്നു നിൽക്കാൻ പോലും കഴിയില്ല. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ എഴുത്തുകാരും കുറെ സംവിധായകന്മാരും കുറെ സിനിമാ നടന്മാരും സിനിമകളൊക്കെ ഉണ്ടാക്കി പിശാചിനെ ഉയർത്തുകയാണ്. എന്ത് കഷ്ടമാണെന്ന് ഓർത്ത്. അതിൻ്റെ അർത്ഥം ഇവർക്ക് വെളിവില്ല, അവരുടെ വെളിവ് പോയി. അവരുടെ ദൈവം വയറാണ്. അവർക്ക് ഇങ്ങനെയുള്ള പിശാചിനെ ലിഫ്റ്റപ്പ് ചെയ്യുന്ന സിനിമകളൊക്കെ ഉണ്ടാക്കി അവർക്ക് കുറെ കാശുണ്ടാക്കണം. അവർക്ക് ക്രിസ്തുവുമായിട്ടോ സുവിശേഷവുമായിട്ടോ ഇതെല്ലാം അവർക്ക് അറിയാം. പക്ഷേ ഇതൊന്നല്ല അവർക്ക് വേണ്ടത്. അവർക്ക് പിശാചിനെയും അവൻ്റെ വഴികളെയാണ് അവർക്ക് വേണ്ടത്. പക്ഷെ പിശാചിന് ദൈവം ക്രിസ്തു കുരിശിൽ വെച്ച് അവൻ്റെ ആയുധവർഗങ്ങൾ മുഴുവൻ വെപ്പിച്ച് അവനെ പരാജയപ്പെടുത്തി അവനെ പരസ്യ കോലോക്കി കളഞ്ഞു. ഇനി അവനെ കർത്താവ് വരുമ്പോൾ എരിയുന്ന തീ പൊയ്കയിലേക്ക് പിടിച്ചു കെട്ടി ഗന്ധക തീപ്പൊയിലേക്ക് അവനെ കളയാൻ പോവുകയാണ്, എറിഞ്ഞു കളയാൻ പോവുകയാണ്. ഇതാണ് അവൻ്റെ അന്ത്യം. ഇത് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു കാൽവരി കുരിശിൽ വെച്ച് പിശാചിൻ ശക്തികളെയും ഇല്ലാതാക്കിയെങ്കിലും ഇപ്പോഴും പിശാച് സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവം അനുവദിച്ചിട്ടാണ് ആ പ്രവർത്തനങ്ങളുമായി അവൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവന്റെ അന്ത്യം നിത്യ തീപ്പൊയ്കയാണെന്ന് അവനറിയാം. അവനോട് ഒരു ക്ഷമയും ദൈവം കാണിക്കുന്നില്ല. അപ്പോൾ അവന് മനസ്സിലായി തൻ്റെ അന്ത്യം നിത്യ തീപ്പൊയ്കയിലാണ്. എന്നാൽ ഞാൻ അവിടെ എത്തുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മണിമകുടമായ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ, മനുഷ്യാത്മാക്കളെ ആ നിത്യ എത്തിക്കാൻ വേണ്ടി അവൻ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവനും സുവിശേഷത്തിൽ നിന്നും ആത്മാക്കളെ അകറ്റി അവരെ തൻ്റെ പിന്നിലാക്കി തൻ്റെ കൂടെയാക്കി ആ നരകത്തിലേക്ക് അവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് സത്യം. അപ്പോൾ പിശാചിന് ശക്തിയുണ്ട്, പക്ഷേ ക്രിസ്തുവിന് സർവശക്തിയുണ്ട്. അതാണ് വ്യത്യാസം. ദൈവത്തിന് സർവശക്തി ഉണ്ടെങ്കിൽ പിശാചിന് ശക്തിയുള്ളൂ, കേവലം ഒരു ശക്തിയുള്ളൂ.
ആ ഉള്ള ചെറിയ ശക്തിയിൽ അവൻ അവസാന കയ്യും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂടെ കുറെ ആത്മാക്കൾ നരകത്തിൽ കിടക്കണം.